സ്കൂളിൽ കുട്ടികൾക്ക് പാർക്കുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. ഉപയോഗിക്കാനാകുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. പത്തനംതിട്ട പന്തളം പൂഴിക്കാട് ഗവൺമെന്റ് UPSലെ സ്കൂളിന് പാർക്കിന് എന്താണ് സംഭവിച്ചത്? കറങ്ങുന്ന കളിക്കോപ്പുകൾ, ദിനോസർ, ആന, അങ്ങനെ സ്കൂൾ അന്തരീക്ഷം രസകരമാക്കുന്ന വിവിധോപാധികൾ നിറഞ്ഞതായിരുന്നു മുറ്റം. എന്നാൽ മുറിച്ചു മാറ്റിയ തടികളും ശിഖരങ്ങളും അവിടങ്ങളിലാകെ കൂട്ടിയിട്ടിരിക്കുകയാണിപ്പോൾ. മുൻപ് കുട്ടികൾ കൂട്ടത്തോടെ ഓടിക്കളിച്ചിരുന്ന ഇടം തന്നെ ഇന്നവർക്ക് അന്യമായി. കളിച്ചിട്ടുണ്ട്. കളിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. കളിക്കാൻ പറ്റാത്ത മതം വീണുണ്ട്. ജൂലൈ 26 രാത്രി കനത്ത മഴയിൽ സ്കൂൾ വളപ്പിൽ നിന്ന കൂറ്റൻ അരണമരം നിലംപൊത്തി റോഡിലൂടെയുള്ള ഗതാഗതത്തെയും ബാധിച്ചു. ഫയർഫോഴ്സ് എത്തി ശിഖരങ്ങൾ നീക്കി. അപകടാവസ്ഥയിൽ പിന്നെയും ഉണ്ടായിരുന്നു 3 മരങ്ങൾ. അധികൃതർ നഗരസഭയെ വിവരമറിയിച്ചു. തേക്കടക്കം 3 മരങ്ങളും തൊട്ടടുത്ത ദിവസം മുറിച്ചു. അന്നു വെട്ടിയ മരങ്ങൾ അതേപടി അവിടെ തന്നെ കിടക്കുന്നു. ഞങ്ങൾ നേരത്തെ ഇവിടെ സ്ഥിരമായിട്ട് കളിച്ചോണ്ടിരുന്നായിരുന്നു. സീസോ ഉണ്ടായിരുന്നു, സ്ലൈഡ് ഉണ്ടായിരുന്നു. ഇവിടെ ഒത്തിരി സാധനങ്ങളുണ്ട്. ഞങ്ങൾക്ക് ഇങ്ങോട്ട് വരാൻ തന്നെ പേടിയാണ്. ഇവിടെ പാമ്പ് ശല്യവും പുഴകളും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ കളിക്കാൻ പറ്റുന്നില്ല. സ്കൂൾ അധികൃതർ വനം വകുപ്പിനെ വിവരമറിയിച്ചു. മൂല്യനിർണ്ണയ ശേഷം തടി ലേലം ചെയ്യാനായിരുന്നു ഉദ്ദേശം. പക്ഷേ വില കണക്കാക്കാൻ പര്യാപ്തമായ ജീവനക്കാരില്ലാത്തതിനാൽ തുടർ നടപടികൾ ഉണ്ടായിട്ടില്ല എന്നാണ് ആക്ഷേപം. 10 ലക്ഷം രൂപയോളം മുടക്കി പണിഞ്ഞ ഒരു പാർക്കാണ് ഇപ്പം ഈ അനാഥമായിട്ട് കിടക്കുന്നത്. ഇരുമ്പിൻ്റെ സാധനങ്ങളെല്ലാം ഒടിഞ്ഞും പോയിട്ടുണ്ട്. എല്ലാം കൊണ്ടും തകർന്നിരിക്കുകയാണ്. ഇത് എത്രയും പെട്ടെന്ന് ഇത് മാറ്റി കിട്ടിയാൽ വലിയൊരു പ്രയോജനമായിരുന്നു. ചുരുക്കത്തിൽ സ്കൂൾ വളപ്പിലെ അപകടാവസ്ഥ ഒഴിവായി എന്നത് നേരാണ്. എന്നാൽ കടിച്ചതിനേക്കാൾ വലുതാണ് മാളത്തിലെന്ന നിലയിലേക്ക് കാര്യങ്ങളെത്തി. അതേസമയം മുറിച്ചിട്ട തടികൾ ഉടൻ നീക്കം ചെയ്യുമെന്നാണ് പന്തളം നഗരസഭാ നേതൃത്വം വിശദീകരിക്കുന്നത്. മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.